ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷുവിന് സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഷെഡ്യൂളുണ്ട്. 4:35 പക്ഷെ നമ്മൾ പോകുമ്പോൾ ലേറ്റായി 6 പോകുന്നത്. അപ്പോൾ മുഹമ്മദിന് ഷൂ ഇട്ട് കൊടുക്കാനായിട്ട് റിഷു ഭയങ്കര കെയറിങ് ആണ്. മുഹമ്മദിനെ നല്ലോണം നോക്കും കേട്ടോ. ചിലപ്പോൾ അടിയെല്ലാം ഉണ്ടാവും, എന്നാലും എവിടെയെങ്കിലും പോയാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം നോക്കുക. മുഹമ്മദിനെ മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പാർക്കിൽ മാളിലൊക്കെ പോയാൽ മുഹമ്മദ് ഇങ്ങനെ ഓടുമല്ലോ, അപ്പോൾ ഇവൻ നല്ലോണം നോക്കുക. ഇങ്ങനെ മിസ്സായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടി. അങ്ങനെ ജർഫിൽ പോകണം കേട്ടോ. സ്കൂൾ ആടല്ലേ, അപ്പോൾ അജ്മാനിന്ന് കുറച്ച് ദൂരമുണ്ട് ജർഫിലോട്ട്. അപ്പോൾ നമ്മളിന്ന് ടാക്സിയിലാണ് പോകുന്നത്. വിഷുവിൻ്റെ ഒരു ഉപ്പയില്ല, അപ്പോൾ നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ അഡ്മിഷന് പോയിട്ട് ഫസ്റ്റ് ഡേ റിഷാനെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ പോയതാണ്. പിന്നെ ഇതുവരെ സ്കൂളിൻ്റെ സൈഡിലോട്ടേ പോയിട്ടില്ലേ. അപ്പോൾ ഇന്നാണ് കേട്ടോ പോകുന്നത്. അഥവാ എന്തുണ്ടെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മാം വിളിക്കൽ അല്ലെങ്കിൽ മെസ്സേജ് ആക്കലില്ല, അങ്ങോട്ട് പോക്കൊന്നുമില്ല. അങ്ങനെ കുറച്ച് ദൂരമുണ്ട്. നമ്മളിപ്പോൾ വണ്ടിയിലാന്നേയില്ല. വിഷുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, നമ്മളെ കൂട്ടി പോകുന്നുണ്ട്. പിന്നെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഹാബിറ്റത്ത് സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് പോവാണ്. ഇപ്പം നമ്മൾ പോകുന്നല്ലോ, എത്താനായി കുറച്ച് ദൂരം കൂടി പോയാൽ ഹാബിറ്റത്ത് സ്കൂളിലെത്തി. നിങ്ങൾക്ക് പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ബൈ ബൈ. റിഷാൻ്റെ മുമ്പത്തെ 2 പല്ല് പോയിട്ടാ. എനിക്ക് ഭയങ്കര മടിയാണ് വാക്ക് പറയാനൊക്കെ, ഭയങ്കര ബേജാറായിട്ടാ. എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഭയങ്കര റഷ്യാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും LKG to PUC വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെ പാരൻസ് മീറ്റിങ്ങിന്. പിന്നെയെന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെല്ലിങ്ങും ഒരു ഫൺഫെയർ പോലെ ഉണ്ടാവും. പക്ഷെ കുട്ടികളതല്ല, ആടുത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇവരെ ക്രാഫ്റ്റ് വർക്കൊക്കെയാണ് അങ്ങനത്തെ. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ്, കുറേ ബുക്സ്, പെൻസിൽ, കളേഴ്സ്, അങ്ങനെ കുട്ടിയൊക്കെ വേണ്ടുന്ന എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ വേണ്ടത് അത് വാങ്ങാം. പിന്നെ ലഞ്ച് ബോക്സ്, അങ്ങനത്തെ എല്ലാ സംഭവവും ഉണ്ടാവുക. അപ്പോൾ ഇവർ നമുക്കിങ്ങനെ ക്ലാസ് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അടുത്ത വാച്ച്മാനാണ് നമുക്ക് ക്ലാസ് ഏത് സൈഡാണെന്ന് പറഞ്ഞിരുന്നത്. ഇവൻ റിഷാന് സ്കൂളിൽ ക്ലാസ് പോകേണ്ടതൊന്നുമല്ല, അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടീച്ചറിനെ കണ്ടിട്ട് വരുമ്പോൾ അതെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് പോകുന്നത്. പിന്നെ പോകുമ്പോൾ തന്നെ വൈകുന്നേരമായിന്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾക്ക് രാത്രി 8 മണിയായിട്ട് ആയിട്ടുണ്ടായിട്ടാ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ലൈറ്റിങ്ങും അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ കുറേ ആൾക്കാരെ കാണാൻ പറ്റിയിട്ടാ, കുറേ കുട്ടികൾ. ഓൻ്റെ ഫ്രണ്ട്സിനും നമുക്കറിയില്ല. ഓനിക്ക് ചിലപ്പോൾ പെരക്ക് വന്ന് ചോദിച്ചാൽ പേരൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ പറയൂ, അവർ കൊടുത്തൊക്കെ വാങ്ങിയിട്ട് വരികയെന്നില്ല. പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. നോക്കുമ്പോൾ ഇന്ന് കണ്ട എല്ലാ കുട്ടികളുടെ പേരറിയാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്ന റിഷാൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ. ഓന് ഗ്രേഡ് 1 Q സെക്ഷനിലാണ്. അഡ്മിഷന് പോയപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടിരുന്നു. പക്ഷെ നമ്മൾ ഫുള്ളി ഇങ്ങനെ നോക്കാൻ പറ്റിയില്ല. ഇന്നാണ് കേട്ടോ ക്ലാസ്സൊക്കെ കാണുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ക്ലാസ്. അങ്ങനെ മാമിനെ കണ്ട് സംസാരിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മാർക്സൊക്കെ ഉണ്ട്. 2 കുറവുണ്ട്. അതെന്ന് പറഞ്ഞാൽ പുതിയ സബ്ജക്റ്റാണ് എനിക്ക്. നാട്ടിലുണ്ടായിട്ടില്ല, ഇപ്പോൾ ഇവിടെ വന്നിട്ട് പുതിയതേനു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ ക്ലാസ് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ 2 മാസം വെക്കേഷനായി. അത് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് 1 മാസത്തോളം അവൻ്റെ എക്സാമിൻ്റെ ഒരു ഡിലേ. അങ്ങനെ അവൻ അധികം ക്ലാസ് പോയില്ല. എന്നാലും മാമൊക്കെ പറഞ്ഞിട്ടാ നല്ല ഗുഡാണ്, മാഷാ അല്ലാഹ്. എന്താ ഓന് ഇത്രയും എടുത്തല്ലോ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാത്തിനും 25, 23, 22 ഒക്കെ ഉണ്ട് കേട്ടോ. 2 മാത്രം ഇസ്ലാമിക്കിനും പിന്നെ അഹേദിനും ഒന്നിന് കുറവേനു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ ഇവരെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോട്ട് അവിടെ നിർത്തിയതാണ്. പക്ഷെ നിൽക്കുന്നില്ല, ഒരു ലൈറ്റിൻ്റെ അടുത്തായതുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ഋഷുക്ക് ഭയങ്കര നാണക്കേട്, ചിരിക്കാൻ പല്ലൊക്കെ പോയതുകൊണ്ട് അവനിങ്ങനെ ചിരിക്കുമെന്നില്ല, അനങ്ങാണ്ട് കൂട്ടോ. 2 പല്ലും പോയതുകൊണ്ട് ഭയങ്കര ബേജാറാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ്
ഇവർ വന്നപ്പോൾ തുടങ്ങി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോവാം. പിന്നെ വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ വാങ്ങാൻ പറ്റുന്ന അങ്ങനെയില്ല. ഇപ്പം സ്കൂളാ ഫൺഫെയറാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുറേ റേറ്റ് അതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അത്ര റേറ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വാങ്ങിയ സാധനത്തിന് ഇല്ല. ഇനി വേറെ എന്തിനെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് പോപ്കോൺ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ വാങ്ങിക്കൊടുക്കുന്നത്. പിന്നെ കുറേ ബുക്സും ഇതെല്ലാം ഉണ്ട്. പിന്നെ അതൊന്നും വാങ്ങിയിട്ടും വെറുതെ കാര്യമില്ല. പിറക്ക് വന്ന മുഹമ്മദ് ആയാലും വെറുതെ കീറിക്കളി. പിന്നെ എൻ്റെ അടുത്ത് ഡ്രോയിങ് ബുക്കും ക്രയോൺസും പെൻസിലും അതെല്ലാം ഉണ്ട്. പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് വാങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. ഇനി ഇവരുടെ സ്കൂള് നല്ല രസമായിട്ട് കാണാൻ. ഫുള്ള് ഗാർഡനായിട്ട് ഒരു നല്ല ഗ്രീനറിൻ്റെ ഒരു ഇതായി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. രാവിലെ ആ സമയത്ത് ഭയങ്കര ഇങ്ങനെ വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ഇരുന്ന് ഏടി പോയിട്ടില്ല. പക്ഷെ ഇന്ന് കുറച്ച് നമ്മളവിടെ നടന്നിട്ടെല്ലാം കണ്ടിട്ടാ. പിന്നെ കോട്ടൺ ക്യാൻഡി, പോപ്കോൺ അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. വണ്ടിയിലൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എന്തായാലും പ്രസ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും.